പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷ ദൈവജനത്തിനും അവരുടെ കുടുംബങ്ങൾക്കും വലിയ വിടുതലും സൗഖ്യമായി മാറട്ടെ. കാലങ്ങളായി തകർച്ചയിലൂടെ, തടസ്സത്തിലൂടെ, പല വിധത്തിലുള്ള ബന്ധനത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ആശ്വാസമായി ഈ പ്രാർത്ഥന മാറട്ടെ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം യാചിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നാമും നമ്മുടെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കാത്തതിന് കാരണം നമ്മുടെ ബലഹീനതകളും കുറവുകളുമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് നിറയാൻ നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. ഈശോയെ, ഞങ്ങളുടെ കരങ്ങൾ പാപത്തിൻ്റെ കരങ്ങളാണോ? തിന്മയിലേക്ക് വീഴുന്ന കൽപാദങ്ങളാണോ ഞങ്ങളുടെ? ഞങ്ങളും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരും അങ്ങേക്കെതിരായി, വചനത്തിനെതിരായി, ദൈവകൽപ്പനകൾക്കെതിരായി, തിരുസഭയുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ച എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ പരിഹാരം ചെയ്യുകയാണ്. ഞങ്ങൾക്കെല്ലാം അനുതാപം നൽകണമേ കർത്താവേ. പാപമേറ്റു പറഞ്ഞ് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം പറയുന്നു, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിന് മുമ്പ് ഈ 33 ദിവസം ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി നൽകേണ്ടത് അനുതാപമാണ്, പാപബോധമാണ്. ചെയ്ത എല്ലാ പാപങ്ങളെയും കണ്ണുനീരോടെ കർത്താവിനെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുന്നു. ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുന്നു. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കണ്ണുനീരോടെ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. ജീസസ്. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. അനുതാപം നൽകണം. കർത്താവും പ്രവാചകന്മാരും പഠിപ്പിച്ചതും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചതും ഒരേ ഒരു കാര്യമാണ്, മാനസാന്തരപ്പെടുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും ഇത് തന്നെ. കർത്താവെ, അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറാൻ ഈ പ്രാർത്ഥന സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ തടസ്സങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കാം. കർത്താവിൻ്റെ കുരിശിൽ നമുക്ക് വേണ്ടി പാട് പീഡകൾപ്പെട്ട് മരിച്ച ഈശോയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ തക്ക വിധത്തിൽ ഞങ്ങൾക്ക് വലിയ സ്നേഹം കുരിശിനോട് തോന്നാൻ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. കണ്ടാലോ വളരെയുകില്ല, ഉഴവോ ചാൽ പോൽ മുറിഞ്ഞിടുന്നു,
തകർന്നിടുന്നു. മകനേ മകനേ നീ മാന്യനായിടുവാൻ. മകളേ മകളേ നീ മാന്യനായിടുവാൻ. കാൽവരി മലയിലേക്ക് നോക്കുക. കാൽവരിയിൽ നിനക്കായി പീഡനമേൽക്കുന്നു. കുടുംബങ്ങൾ, തലമുറകൾ വിശദീകരിക്കപ്പെടട്ടെ. നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. പ്രാർത്ഥിക്കുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. പ്രാരംഭ പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, ഈശോയോടൊപ്പം കുരിശിൻ്റെ വഴിയെ നടന്ന അങ്ങ് ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങേ തിരുക്കുരുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞാനും എൻ്റെ കുടുംബവും തലമുറകളും ചെയ്ത എല്ലാ കുറവുകളും അങ്ങേക്കെതിരായി ചെയ്ത എല്ലാ തിന്മകളും പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. ത്യാഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, ബറാബാസിനെ വിട്ടുതരിക എന്നും യേശുവിനെ ക്രൂശിക്കുക എന്നും അർത്ഥ വിളിച്ച ജനക്കൂട്ടത്തെ പോലെ പുണ്യത്തിന് പകരം പാപത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും തലമുറകളിൽപ്പെട്ടവരും അങ്ങയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവയെ ഓർത്ത് ഞാൻ മനസ്തപിക്കുകയും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ പാപത്തിന് മരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തിന് വേണ്ടി അമ്മേ മാതാവേ മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, നിരപരാധി ആയിരുന്നിട്ട് പോലും ക്ഷമയോടെ കുരിശ് വഹിക്കുവാൻ അങ്ങ് തയ്യാറായി. എന്നാൽ ശിക്ഷാർഹനായ ഞാൻ എൻ്റെ ജീവിതത്തിലെ ലഘുതരങ്ങളായ ഭാരങ്ങൾക്ക് മുമ്പിൽ പരാതിപ്പെട്ടു പോകുന്നു. എൻ്റെ വേദനകളാകുന്ന കുരിശുകൾ ചുമന്നുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ. അമ്മേ മാതാവേ, ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധയും മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് യാത്രയിൽ കാലടി നിലത്ത് വീണത് പാപത്തിൻ്റെ കെണികളിൽ ഞങ്ങൾ വീഴാതിരിക്കാൻ ആയിരുന്നുവല്ലോ. ലോകം, ശരീരം, പിശാച് എന്നീ ത്രിവിധ ശക്തികളുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അവയെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ലോകം, പിശാച്, കർത്താവെ, ശരീരം, ഇതിൻ്റെ ആസക്തികളെല്ലാം ഞങ്ങളെ ചൂഴ്ന്നു നിൽക്കണം. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വീണു പോവുകയാണ്. ഇതാ ഞങ്ങൾ ചെയ്ത എല്ലാ തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങൾ പരിഹാരം ചെയ്ത് തലമുറകളെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന പുത്രനെ കണ്ടപ്പോൾ അങ്ങയുടെ മാതൃഹൃദയം അനുഭവിച്ച വേദന എത്രയോ അപാരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശിമയോൻ പ്രവചിച്ചതുപോലെ മൂർച്ചയേറിയ ഒരു വാൾ അങ്ങയുടെ ഹൃദയത്തെ കീറി മുറിക്കുമായിരുന്നു. എനിക്കുണ്ടാകുന്ന വേദനകൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ അങ്ങയെപ്പോലെ പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്പ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്. അമ്മയെപ്പോലെ എല്ലാം സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് വഹിക്കുവാൻ അങ്ങയെ സഹായിച്ചത് കൊണ്ട് അല്പസമയത്തേക്ക് മാത്രമാണെങ്കിലും മനുഷ്യ പരിത്രാണ ക്രമത്തിൽ ശിമയോൻ പങ്കുവഹിച്ചല്ലോ. എൻ്റെ ജീവിതയാത്രയുണ്ടാകുന്ന കുരിശുകൾ വഹിക്കുകയും അവ അങ്ങയുടെ വീടാനുഭവങ്ങളോട് ചേർത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ അങ്ങയുടെ സഹപ്രവർത്തകനാകാൻ എനിക്ക് കൃപ നൽകണമേ. ഒത്തിരിയേറെ ഭാരവും കുരിശുകളുണ്ട് കർത്താവ്, ജീവിതത്തിൽ താങ്ങാൻ പറ്റുന്നില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, സകലങ്ങൾ രക്ഷാകരമാക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ആറാം സ്ഥലം, വേറെ ഉണ്ണിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങേ ആശ്വസിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് അങ്ങയുടെ തിരുമുഖം തുടച്ച് അങ്ങേ ആശ്വസിപ്പിച്ച വേറെ എനിക്ക് പോലെ അങ്ങേ ആശ്വസിപ്പിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ പാപങ്ങൾ മൂലം വേദനിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ ദൈവ സ്നേഹത്തെ പ്രതിയുള്ള എൻ്റെ കൊച്ചു പ്രവൃത്തികളിലൂടെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അങ്ങയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കാൻ, എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ വേറെ എനിക്ക് പോലെ അവിടുത്തെ സന്നിധിയിൽ ഭയം കൂടാതെ കടന്നു വരാൻ, എൻ്റെ കുറവുകളും ബലഹീനത ഉണ്ടെങ്കിലും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ എന്നെ സഹായിക്കണമേ. അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനോട് എപ്പോഴും എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ, എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, ലോകത്തിൻ്റെ ആശയങ്ങൾ ഞങ്ങളെ പലപ്പോഴും കെണിയിൽ വീഴിക്കാറുണ്ട്. അങ്ങ് കുരിശുമായി നിലത്ത് വീണത് ഞങ്ങളുടെ വീഴ്ചകൾ കാരണമാണല്ലോ. ലോകാരൂപിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും സ്വന്തം ആത്മാവിനെ എല്ലാറ്റിനേക്കാൾ അധികമായി വിലമതിക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മേ, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. പാപത്തിലും പ്രലോഭനത്തിൽപ്പെട്ട് വീണ് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താൻ ഞങ്ങളെ അനുവദിക്കരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് വഹിച്ച് നീങ്ങുന്ന അങ്ങയെ കണ്ട് സകതാപാർദ്രയായി വിലപിച്ച ജെറുസലേമിലെ സ്ത്രീകൾ പാപത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കുവാനുള്ള ആഹ്വാനമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. അവർ അങ്ങയെ ഓർത്ത് കരഞ്ഞതുപോലെ എൻ്റെ പാപങ്ങളും എൻ്റെ തലമുറകളുടെയും എൻ്റെ കുടുംബത്തിൽ ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവരുടെയും
പാപങ്ങളെ ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ വിലപിക്കാൻ വേണ്ട കൃപ നൽകണമേ. എൻ്റെ പാപങ്ങൾ അങ്ങേ വേദനിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അവയെ ഓർത്ത് മനസ്തപിക്കുവാനും കണ്ണീരൊഴുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, കണ്ണീരൊഴുക്കി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോ 3-ാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങ് 3-ാം പ്രാവശ്യം നിലത്ത് വീണത് പാപത്തിൽ വീണിട്ടും ആ അവസ്ഥയിൽ തന്നെ തുടരുന്ന ഞങ്ങൾ കാരണമാണല്ലോ. കൃപാവരത്തിൻ്റെ വേരുറയ്ക്കാതെ പാപത്തിൽ എപ്പോഴും കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പലപ്പോഴും പാപത്തിൽ ഞങ്ങൾ വീണു പോവുകയാണ്. കർത്താവെ, ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണം. പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം. ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ എത്ര പൈശാചിക ആക്രമണത്തിൽപ്പെട്ട് മാനസാന്തരപ്പെടാതെ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളുടെ മേലും അവരുടെ മേലുള്ള സകല പാപങ്ങളും കഴുകി വിശദീകരിക്കുന്നതിന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ വീഴ്ചകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 10-ാം സ്ഥലം, ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, വേർപെടുത്താനാവാത്ത വിധം മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങയുടെ വസ്ത്രങ്ങൾ കാൽവരി മലമുകളിലെത്തിയപ്പോൾ പടയാളികൾ വലിച്ചൂരിയത് ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈ സമയം അങ്ങ് അനുഭവിച്ച അസഹ്യമായ വേദന ഞങ്ങളുടെ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നല്ലോ. ജഡിക പ്രവണതകളെ അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ബ്ലൂ ഫിലീം, പലതരത്തിലുള്ള അശുദ്ധിയുടെ മേഖലയിൽ ഞങ്ങൾ വീണു പോവുകയാണ്. അതിൽ കർത്താവെ, ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും തലമുറയിലും പെട്ട് വീണ് പാപബോധമില്ലാതെ ജീവിക്കുന്നതിനോട് മേൽ കരുണ തോന്നണമേ. പരിശുദ്ധ അമ്മേ, ആത്മാവിലും ശരീരത്തിലും ശുദ്ധത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങയുടെ കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കപ്പെട്ടത് എൻ്റെ പാപങ്ങളാകുന്ന ആണികൾ കൊണ്ടാണല്ലോ. എന്നെ അനുഗ്രഹിക്കുവാനായി ഉയർത്തിയ അങ്ങയുടെ കൈകളും എന്നെ തേടി ഓടി നടന്ന അങ്ങയുടെ തൃപ്പാദങ്ങളും ആണല്ലോ എൻ്റെ പാപങ്ങൾക്ക് വഴിയായി ഞാൻ കുത്തിത്തുളച്ചത്. അവയെ ഓർത്ത് മനസ്തപിക്കാനും മേലിൽ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിന് ക്രൂശിതനാകുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവേ, എൻ്റെ കൈകളും കാലുകളും ചിന്തകളും എൻ്റെ നോട്ടങ്ങളും എല്ലാം പാപത്തിലേക്ക് പലപ്പോഴും വീഴിക്കുന്ന വിധത്തിലുള്ളതായിരുന്നല്ലോ. കർത്താവെ, ഇന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെ മേൽ കരുണ വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ട സഹായം എനിക്ക് നൽകണമേ എന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരും തലമുറകളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്നും അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് മരണത്തോളം എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക അങ്ങ് കാണിച്ചു തന്നുവല്ലോ. പാപം മൂലം മരിച്ച ഞാൻ ജീവൻ പ്രാപിക്കുന്നത് കുരിശ് മരണത്തിലൂടെ അങ്ങ് നേടിത്തന്ന പാപമോചനത്തിൻ്റെ യോഗ്യതയിലാണ്. സ്വജീവൻ തന്ന് എന്നെ സ്നേഹിച്ച ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. പലപ്പോഴും എനിക്ക് അങ്ങയെ സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ വശ്യതകളും ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളും എന്നെ ചൂഴ്ന്നു നിൽക്കുകയാണ്. കർത്താവെ, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച് അങ്ങയെ സ്നേഹിക്കാൻ വേണ്ട കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനെ അത്യധികം സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന് മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുക്കുമാരന്റെ ചേതനയേറ്റ തിരുശരീരം മടിയിൽ കിടത്തിയപ്പോൾ ശിമയോൻ പ്രവചിച്ച വ്യാകുല വാളാൽ പൂർണ്ണമായും അങ്ങേ പിളർന്നു കഴിഞ്ഞിരുന്നു. പ്രിയപുത്രന്റെ ദാരുണമായ പീഡകൾക്ക് സാക്ഷ്യം വഹിച്ച് അങ്ങയുടെ മാതൃഹൃദയം പുത്രനോടുകൂടെ രക്ഷാകർമ്മത്തിൽ പങ്കുവഹിക്കുകയായിരുന്നുവല്ലോ. പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവയെ
അങ്ങേപ്പോലെ ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നേരിടുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവ്, ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അമ്മേ മാതാവേ, തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും യാചിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. 14 സ്ഥലം, ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, പീഡാസഹനങ്ങൾക്കൊടുവിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ പോലും അങ്ങേക്ക് ഒരിടമില്ലായിരുന്നുവല്ലോ. ആൾപ്പാർപ്പില്ലാത്ത കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണ അങ്ങ് അന്യൻ്റെ കല്ലറയിലാണല്ലോ അടക്കപ്പെട്ടത്. പൂർണ്ണമായ ദാരിദ്ര്യത്തിൽ ജീവിച്ച് അങ്ങയെപ്പോലെ ഈ ലോകത്തിൽ അങ്ങയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് നടന്ന അതേ വഴിയിലൂടെ നടക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ എന്ത് നേടിയാലും അതൊന്നും എനിക്ക് കൂടെ കൊണ്ടുപോകാനോ അത് സ്വന്തമാക്കി ജീവിതം അല്ലെങ്കിൽ അത് ഒത്തിരി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ നിത്യയാത്രയ്ക്ക് വേണ്ട കൃപ ഞാൻ കരുതണം. പരിശുദ്ധ അമ്മേ മാതാവേ, ലോകത്തിൽ മരിച്ച് അങ്ങയുടെ പുത്രനോടൊപ്പം സംസ്കരിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. കർത്താവായ ഈശോയെ, സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നുപോയാണ്. ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും കുടുംബത്തിന് പാപമാണ്. എല്ലാത്തിനും ഞങ്ങൾ പരിഹാരം ചെയ്ത് കർത്താവെ, ഓരോ വീഴ്ചകളും കുറവുകളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഓ എൻ്റെ ഈശോയെ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂശനായ കർത്താവെ, എൻ്റെ സർവസ്വമേ, ഞാനങ്ങേ ആരാധിക്കുന്നു. ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കുരിശിൻ്റെ കീഴെ ഞാൻ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ജീവിത ദുരിതങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. അവ ക്ഷമയോടെ സഹിക്കുന്നതിനും എനിക്ക് ശക്തി ലഭിക്കുന്നു. ഓ ഈശോയെ, എൻ്റെ ജീവിതം അങ്ങേക്കായി ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. എല്ലാ കുറവുകളെ സമർപ്പിക്കാം, എല്ലാ ബലഹീനതയെ സമർപ്പിക്കാം. തുടർന്ന് നമ്മൾ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും ഓരോ മേഖലകളെ സമർപ്പിച്ചാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പ്രത്യേകം ഒരു ഡെലിവറൻസ് പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ 33 ദിവസം ബലിയർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്ത എല്ലാവരുടെയും തടസ്സങ്ങളും ബന്ധനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന ഏത് നിയോഗങ്ങളാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടാത്തത്, അത് കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിന് ഉത്തരം നൽകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
സംഗീത പുസ്തകം 46 അധ്യായം 9 ലിഖിതം. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. കർത്താവായ ഈശോ ഇപ്പോൾ ഇതിവികാരുണ്യ ആശീർവാദത്തിന് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ആശീർവാദ സമയത്ത് കുടുംബങ്ങളെയും തലമുറകളെയും പാപത്താൽ ബന്ധിച്ച്, പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികളാൽ ബന്ധിച്ച്, അനുതാപമില്ലാതെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് തകർന്ന കുടുംബങ്ങൾ, തലമുറകളെ നശിപ്പിക്കാൻ നിലനിർപ്പിച്ചിരിക്കുന്ന ശക്തികളെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അന്ധകാര ശക്തിയിൽ നിന്ന് വിട്ടിപ്പിക്കുന്നു. സാത്താൻ്റെ കെട്ടുകളിൽ നിന്ന് വിട്ടിപ്പിക്കുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് ബന്ധിപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുടുംബങ്ങൾ പല വിധത്തിലുള്ള തടസ്സങ്ങളോട് കടന്നു പോവുകയാണ്. ഈ പ്രഭാതത്തിൽ അവരെല്ലാവരും ആസ്വദിക്കുന്നു. ഈ ഡെലിവറൻസ് പ്രാർത്ഥന സമയത്ത് സാത്താൻ ശക്തികൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. അന്ധകാര ശക്തികൾ എന്നേക്കുമായി കർത്താവിൻ്റെ കുരിശിൽ ബന്ധിക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. തലമുറകളെ വിശദീകരിക്കുന്നു, കുടുംബങ്ങളെ വിശദീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവരിനാഥ കരുണാമയാ, കനിയേണമേ സ്നേഹനാഥ. കാൽവരിനാഥ കരുണാമയാ,